UDF ക്യാമ്പിലെ ആവേശം ഇരട്ടിപ്പിച്ചുകൊണ്ട് വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലേക്ക് എത്തുന്നു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന റോഡ് ഷോ ആയിരിക്കും പത്രികാ സമർപ്പണത്തിനായി രാഹുൽ ഗാന്ധി എത്തുക. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളുടെയും മാസ് പ്രചാരണത്തിന്റെ തുടക്കമായിരിക്കും ഇതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. കൽപ്പറ്റയിൽ നിന്ന് കമലാണ് വിവരങ്ങളുമായി ചേർന്നത്. കമൽ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നപ്പോഴുണ്ടായിരുന്ന വലിയ ആവേശം, UDF സംബന്ധിച്ചുണ്ടായിരുന്ന വലിയ ആവേശം അതിന്റെ തുടർച്ചയായി വീണ്ടും എത്തുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു പ്ലാൻ? രാഹുലിന്റെ വരവോടുകൂടി ഏത് തരത്തിൽ പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഗിയർ മാറ്റാം എന്നതാണ് ഉദ്ദേശം. രതീഷ്, രാഹുൽ എത്തുന്നതോടെ കോൺഗ്രസിന്റെ ആവേശം വർദ്ധിക്കും എന്ന് തന്നെയാണ് പ്രവർത്തകരും നേതാക്കളും പറയുന്നത്. എന്തായാലും വയനാട് മണ്ഡലത്തിൽ UDF താഴെത്തട്ടിലേക്ക് പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു ചൂടുപിടിച്ച പ്രചാരണം ഉണ്ടായിട്ടില്ല. നാളെ രാഹുൽ ഗാന്ധി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടുകൂടി തന്നെ കോൺഗ്രസ് UDF ക്യാമ്പ് വലിയ ആവേശത്തിലാകും. രാഹുലിനൊപ്പം പ്രിയങ്കയുണ്ട്, കനയ്യകുമാറുണ്ട്, സംസ്ഥാനത്തെ മുതിർന്ന UDF നേതാക്കളൊക്കെ എത്തും. നാളെ ഞാനിപ്പോൾ നിൽക്കുന്ന കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. കൽപ്പറ്റ നഗരത്തിലൂടെ മുഴുവൻ സഞ്ചരിച്ചാണ് കലക്ടറേറ്റിലെത്തി ഭരണാധികാരി ഡോക്ടർ രേണു രാജിന് മുൻപാകെ പത്രിക സമർപ്പിക്കുക. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നിങ്ങൾ പ്രചരണമൊക്കെ തുടങ്ങിയെന്ന് പറയുമ്പോഴും ഞങ്ങൾക്കൊന്നും ഒരു ആവേശം ഇതുവരെ കാണാനില്ലായിരുന്നു. നാളത്തോടെ കാര്യങ്ങൾ മാറുമോ? അത് പ്രചരണത്തിൻ്റെ ആവേശം പൊതുമേഖലകളിലേക്ക് കാണുന്നില്ലെങ്കിലും താഴെത്തട്ട് മുതൽ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രചരണം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഓരോ മേഖലകൾ, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും അത് അച്ചരമിച്ച പദ്ധതിയിലൂടെ അംഗൻവാടി ഉൾപ്പെടെ വികസനമാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാർട്ടി ഏറ്റെടുത്തൊരു ഓളം കാണുന്നില്ല എന്നാണ് ഞാൻ. പാർട്ടിയോടൊപ്പം തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത് നാളത്തോടുകൂടി, അത് നേരത്തെ സംസ്ഥാന നേതൃത്വം കൂടെ പറഞ്ഞതുപോലെ നാളത്തോടുകൂടി സംസ്ഥാന തലത്തിൽ തന്നെ UDFൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വലിയ രീതിയിലൊരു ലോഞ്ചിങ്ങോട് കൂടിയുള്ള ഒരു റോഡ് ഷോ ആയിരിക്കും. എല്ലാ അർത്ഥത്തിലും അത് കേരളത്തിലെ UDFൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു വലിയ രീതിയിലൊരു ലോഞ്ചിങ് ആയിരിക്കും. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗൗതമാണ് സംസാരിച്ചത്. സാലിയുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ. ഏത് രീതിയിലാണ്? നിങ്ങളെ ഒന്നും കാണുന്നില്ല. നമ്മൾ ഇറങ്ങുമ്പോൾ BJPയും ആനിരാജയൊക്കെ കാണുന്നുള്ളൂ, രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററുകളെ കാണുന്നുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വീണ്ടും വയനാട്ടിൽ പ്രഖ്യാപിച്ചത് മുതൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനം ശക്തമായി നടക്കുന്നുണ്ട്. ഈ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പ്രവർത്തനം മന്ദിവെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധി നാളത്തെ റോഡ് ഷോയോടുകൂടി പ്രവർത്തനം പൊതു ഇടങ്ങളിലേക്കും എല്ലാ ഇടങ്ങളിലേക്കും പ്രവർത്തനം വർദ്ധിപ്പിക്കും. ശക്തമായ രീതിയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി, കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കും, യാതൊരു സംശയവുമില്ല. വലിയ വെല്ലുവിളിയാണ്. 4,31,000 നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ തവണ അത് കൂട്ടുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. നടക്കുമോ? തീർച്ചയായും വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. നിങ്ങൾക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ ഫണ്ടിൽ നിന്നല്ലാതെ ഒട്ടനവധി പാവങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ, വീടുൾപ്പെടെയുള്ള സഹായങ്ങൾ, കോവിഡ് പ്രതിസന്ധി കാലത്ത് വലിയ സഹായങ്ങൾ ഉൾപ്പെടെ വയനാട്ടിലെ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുന്ന, ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. തീർച്ചയായും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ തുടർന്നുള്ള ഈ സ്ഥാനാർത്ഥിത്വം വലിയ ഭൂരിപക്ഷം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും. 5 ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷം വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നൽകും. 5 ലക്ഷമൊക്കെയാണ് പറയുന്നത്. എന്താണ് പ്രവർത്തകരെ സംബന്ധിച്ചൊരു ആവേശം? ഏത് തലത്തിലേക്ക് വരും നാളത്തോടെ? ഞങ്ങളെ റാലി സ്റ്റാർട്ടിങ് ആയതുകൂടെ കോൺഗ്രസിൻ്റെ, ഞങ്ങളെ UDFൻ്റെ, പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏത് ലെവലിലേക്കാണ് പോകുന്നതെന്ന് നാളെ മുതൽ ആൾക്കാർ കാണും. ഇപ്പം നിങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെ ആ BJPക്കാർ, മറ്റേ പാർട്ടിക്കാർ എല്ലാവരും ആ ലെവലിൽ എത്തിയെന്ന്. ഞങ്ങളെ ലെവലിൽ നാളെ മുതൽ നിങ്ങൾ കാണും. പിന്നെ വേറൊന്നുണ്ട്, മതേതരത്വ രാഷ്ട്രീയത്തിന് വേണ്ടി ശക്തമായ രീതിക്ക് പ്രതികരിക്കാൻ ഇന്ന് ഇന്ത്യൻ ജനതയിൽ ഒരൊറ്റ നേതാവേ ഉള്ളൂ. ആ നേതാവാണ് ഞങ്ങളുടെ രാഹുൽ ഗാന്ധി. ആ നേതാവിനെയാണ് ഞങ്ങൾ നാളെ അങ്ങോട്ട് അയക്കുന്നത്. നാളെ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ നേതാവിൻ്റെ വിജയം, ഞങ്ങളുടെ നേതാവ് ഏത് തരത്തിലാണ് ഉയരുന്നതെന്ന് ഞങ്ങൾ നാളെ മുതൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അതാണ് ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ നാളെ തൊട്ട് സജീവമായി പ്രചാരണത്തിൽ ഇറങ്ങും. തീർച്ചയായും നോമ്പ് കാലമാണ്, പിന്നെ കടുത്ത വേദനയാണ്. നാളെ നിങ്ങൾ കണ്ടുകൊള്ളൂ, നാളെ നിങ്ങൾ വന്നുകൊള്ളൂ. ഞങ്ങളുടെ റേഞ്ച് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. രതീഷ് പറഞ്ഞത് ഞാൻ കേട്ടു. നമ്മൾ ഒരുമിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ തവണ. പക്ഷേ കോൺഗ്രസിന് അന്ന് വലിയ ഭൂരിപക്ഷം, ഒരു 2.25 ലക്ഷം 2 ലക്ഷം എന്നൊക്കെയാണ് അന്ന് TCDക്ക് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളൊക്കെയാന്ന് പറഞ്ഞത്. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ ആ കണക്കെല്ലാം മറികടന്ന് 4,31,000 പരം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇത്തവണ പക്ഷേ BJP കുറച്ചുകൂടെ സീരിയസ് ആയി കാര്യങ്ങൾ എടുക്കുന്നില്ലേ? K. സുരേന്ദ്രൻ അവിടേക്ക് വന്നിട്ടുണ്ട്, ദേശീയ നേതാവിനെ CP ഇറക്കിയിരിക്കുന്നു. അതേതെങ്കിലും തരത്തിൽ അവിടെ അലയൊലി ഉണ്ടാക്കുന്നുണ്ടോ?
രതീഷ്, LDF എല്ലാ തവണത്തെയും പോലെ വളരെ ചിട്ടയായ പ്രചരണമാണ് നടത്തുന്നത്. ആനിരാജ എല്ലാ മേഖലകളിലും എത്തുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തോട്ടം തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ ആനിരാജ വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഭൂരിപക്ഷം നിലനിർത്തുന്നതിൽ കോൺഗ്രസിന് ഉള്ള ഒരു വെല്ലുവിളി, UDFനുള്ള ഒരു വെല്ലുവിളി. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 78,000 വോട്ടുകളാണ് ലഭിച്ചത്. അത് തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു, താമര ചിഹ്നത്തിലായിരുന്നില്ല. എന്തായാലും K. സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് എത്തുന്നതോടുകൂടി, താമര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നതോടുകൂടി BJPയിൽ ചെറിയൊരു ആവേശമുണ്ട്. എങ്കിൽ കൂടി അവർക്ക് ഈ ജയപരാജയങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു കാര്യമൊന്നും വയനാട് മണ്ഡലത്തിൽ രാഹുലിന്റെ ഭൂരിപക്ഷം എത്ര എന്നതാകും സാധാരണ നിലയിൽ അവിടെ ആലോചിക്കുക. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഒരു പരിപാടിയുടെ ഭാഗമായി ഞങ്ങളുടെ സംഘവും എത്തിയപ്പോഴും കൂടുതൽ പേരും രാഹുൽ ഗാന്ധി എന്ന പേര് മാത്രമാണ് പറഞ്ഞത് എന്നാണ് അപ്പോൾ ടീം പറയുന്നത്. ഏതായാലും